നമസ്കാരം എല്ലാവർക്കും. എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. നമ്മള് മുഖം കണ്ട് സംസാരിക്കാൻ ആണ് എനിക്ക് താല്പര്യം, മുഖമില്ലാതെ കേൾക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെയാവാം. നമ്മുടെ വിഷയം നാട്ടുനടപ്പ്, സാമൂഹ്യ പ്രേരണ, സ്വയം അറിയാവുന്നവ, സ്വന്തം താല്പര്യങ്ങൾ. ഇതിലേതാണ് തെരഞ്ഞെടുക്കേണ്ടത്? സ്വന്തം ജീവിത വഴി തിരച്ചറിയുന്നത് എങ്ങനെ എന്ന ഒരു ചോദ്യം നമ്മളെ പൊതുവില് സ്വാധീനിക്കാറുണ്ട്. സാധാരണ രീതിയിൽ നമ്മള് ഈ ജീവിച്ച് മുൻപോട്ട് പോകുന്നതില് നമ്മുടെ വഴി തീരുമാനിക്കുക എന്ന് പറയുന്നത് നാട്ടുകാരാണ്, അല്ലെങ്കിൽ നാട്ടു നടപ്പാണ്, അല്ലെ? നാട്ടു നടപ്പ് എന്ന് പറയുമ്പോ നമുക്കതിന് പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല. നമ്മൾ ഇന്ന വീട്ടിൽ ഇന്നിടത്ത് ഇന്ന ആളുടെ മകനായി ജനിക്കുന്നു എന്നുള്ള ചോയ്സ് ഒന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് ജനിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ ജന്മം കൊണ്ടു നമുക്കൊരു നമ്മളൊരു നിസ്സഹായത ആലോചിക്കണം. ജനിച്ചു കഴിയുമ്പോ പട്ടിയും പൂച്ചയൊക്കെ എഴുതിട്ട് നടക്കും. നമ്മളെ കൊണ്ട് അതൊന്നും കഴിയില്ല. കുറെ കാലം കഴിയണം എഴുതിട്ട് നടക്കണമെങ്കിലൊക്കെ. അതുവരെ അവർ പറയുന്ന രീതിയിൽ നാട്ടു നടപ്പനുസരിച്ച് എന്താനുസരിച്ച് അങ്ങ് ജീവിച്ചു പോകുന്നു. ഒരു മാസം തികയ്ക്കുന്നതിന് മുമ്പേ നമ്മൾ അടുത്ത പരിപാടി കൊണ്ടിടും. ഒന്നുകിൽ ഈ ധാന്യങ്ങൾ കുറുക്കിയിട്ടുള്ള ഒരു കുറുക്ക് വായി വെച്ച് തരും, പട്ടുകോണകം കെട്ടാൻ പാകത്തിൽ അല്ലെങ്കിൽ കയറ് കെട്ടിത്തരും, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു വഴിപാടിനിരുത്തും, അതല്ലെങ്കിൽ നമ്മളൊരു വള്ളി കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിയെടുക്കും, അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമ്മളെ അവരുടെ കൂട്ടത്തിലങ്ങ് കൂട്ടും. നമ്മളെ രൂപകൽപ്പന ചെയ്ത പ്രകൃതിയിൽ നമുക്ക് നൽകുന്ന ഒരു റോളുണ്ടല്ലോ, ഈ റോളിൽ നിന്നും മാറ്റിയിട്ട് മനുഷ്യ സമൂഹം കൽപ്പിച്ചിട്ടുള്ള ഒരു റോളുണ്ട്. അത് പ്രകൃതി കൽപ്പിച്ചിട്ടുള്ള റോളിനും വെളിയിൽ ഉള്ള ഒരു റോളായിട്ടാണ് മനുഷ്യന്റെ ധാരണ. മനുഷ്യൻ അങ്ങനെയാണ് കരുതുന്നത്. പ്രകൃതി കൽപ്പിച്ചതൊക്കെ, പ്രകൃതി എന്ന് പറയുന്നത് വെറും ഡ്രൈ ആണ്, റോ ആണ്, പ്രാകൃതമാണ്, വളരെ എന്താ പറയാ ഒന്നുമല്ലാത്തതാണ്, സംസ്കൃതമായ ഒരവസ്ഥയാണ്, സംസ്കരിക്കപ്പെട്ട ഒരവസ്ഥയാണ് ഏറ്റവും ഉചിതം എന്നാണ് നമ്മുടെ ധാരണ. അപ്പൊ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സംസ്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമുക്ക് മര്യാദയ്ക്ക് മുടി നീട്ടി വളർത്തിയിരുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ഈ ക്രോപ്പ് ചെയ്ത് സായിപ്പിനെ പോലെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ സംസ്കാരമാണ്. അങ്ങനെ സംസ്കാരത്തിലൂടെ കൊണ്ടുവരത്തി നമ്മളൊരു 2-3 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ലോകത്തിനെ കുറിച്ചൊരു പിക്ചർ കിട്ടി. അതിനുശേഷം 3 വയസ്സാകുമ്പോഴേക്കും ഒരുവിധപ്പെട്ടവരെയൊക്കെ നമ്മൾ നടതള്ളും. ഈ നടതള്ളുകയെന്ന് വെച്ചറിയില്ലേ? നടതള്ളുകയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സാധിക്കാത്ത ഒരു സംഭവത്തെ, നമുക്ക് വേണ്ടാത്തൊരു കാര്യത്തെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ വീട്ടിലൊരു കോഴിയുണ്ട്, ആ കോഴിയെ നമുക്ക് വളർത്താൻ വയ്യ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അമ്പലത്തിലോ പള്ളിയിലോ കൊണ്ട് നേർച്ചയ്ക്ക് അങ്ങ് കൊടുക്കും. ഇത് ദേവനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഇതെന്താ വെച്ചാൽ നടതല്ല, നമുക്ക് നോക്കാൻ വയ്യ, പിന്നെ കളയാനും പറ്റില്ല, പിന്നെ അവിടെ കൊണ്ട് നടതള്ളുകയാണുള്ളത്. അതുപോലെ രക്ഷിതാക്കൾ നമ്മളെ കൊണ്ട് സ്കൂളിൽ നടതള്ളും. എന്തുകൊണ്ടാ? രക്ഷിതാക്കൾക്ക് പിള്ളേരെ നോക്കാൻ വയ്യ, രക്ഷിതാക്കൾക്ക് വേറെ പണിയുണ്ട്. അപ്പോ അങ്ങനെ നടതള്ളി പിന്നെ അവിടുന്ന് പിന്നെ മത്സരങ്ങളായി, പ്രഷറായി, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന് പിന്നെ നാട്ടു നടപ്പനുസരിച്ച് നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ കോളേജിൽ പോകണം. കോളേജിൽ പോകാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൂട്ടത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു രീതിയാണ്, കോളേജിൽ പോകാൻ പറ്റാത്തവരൊക്കെ പണിക്ക് വിടും. പണിക്ക് പോകണം, പണമുണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് 4 പേര് നടക്കുന്ന പോലെ നമ്മളും നടക്കണം. 4 പേര് നടക്കുന്ന പോലെ നടക്കാൻ പാകത്തിലുള്ള വസ്ത്രം നമുക്ക് വേണം, ചെരുപ്പ് വേണം, വാഹനം വേണം, അതിനുശേഷം വീട് വേണം, പിന്നെ കല്യാണം കഴിക്കണം. പിന്നെന്താ, എല്ലാവരും ചെയ്യുന്ന പോലെ വീണ്ടും കുഞ്ഞുങ്ങളുണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ ഒരു ചക്രം ഉണ്ടല്ലോ, ഈ ചക്രം വീണ്ടും അവരുടെ തലക്കിടും. എന്നിട്ട് അവരെ കൊണ്ട് നമ്മൾ ഈ ചെയ്ത പണി അങ്ങ് ചെയ്യിപ്പിച്ചു കൊണ്ടുപോകും. ഇപ്പൊ മലയാളിയെ കുറിച്ചുള്ളൊരു പൊതു ചർച്ചയുണ്ട്. സാധാരണ രീതിയിൽ പറയുന്നത് മലയാളിക്ക് 3 ഭാവങ്ങളാണ് ഇത്രയുള്ളത്, 3 ഘട്ടങ്ങൾ. ഒന്ന് ജനിക്കുന്നു, പിന്നൊന്ന് മരിക്കുന്നു, അതിന്റെ ഇടയിലുള്ള കാലം മുഴുവൻ മറ്റുള്ളവർ എന്ത് പറയുന്നു പറഞ്ഞ് ജീവിക്കുന്നു. ആണല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം. അപ്പൊ നാട്ടു നടപ്പനുസരിച്ച് എല്ലാവരും ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ജീവിച്ചു പോവുക. സമൂഹത്തിന്റെ പ്രേരണയാൽ ഇപ്പൊ നമ്മള് പഠിക്കാൻ പോകാതെ നിൽക്കുന്നവർ എന്താ പഠിക്കാൻ പോകാത്തത് നമ്മൾ ചോദിക്കും, സമൂഹം ചോദിക്കും, സമൂഹം നിർബന്ധമായും ചോദിക്കും. കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലെങ്കിൽ എന്താ സ്കൂളിൽ വിടാത്തത്? ഭയങ്കര ചോദ്യമാണ്. ജോലിക്ക് പോയാ എന്താ ഈ ജോലിക്ക് പോയതെന്ന് ചോദിക്കും. നീ ജോലിക്ക് പോയില്ല എന്നിരിക്കരുത്, എന്താ ജോലിക്ക് പോവാത്തതെന്ന് ചോദിക്കും.
അപ്പൊ സമൂഹം നമ്മളെ പ്രേരിപ്പിച്ച് അവരിൽ നിന്നും തട്ടുമുട്ടം കിട്ടാത്ത രീതിയിൽ ഒരു വഴിക്ക് പോകാനായിട്ട് നമ്മൾ പ്രേരിതരാകും. പിന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാട്ടു നടപ്പനുസരിച്ച് പോകുന്നതിനും അപ്പുറത്തേക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ചില കാര്യങ്ങൾ സ്വയം അറിഞ്ഞു വെക്കും. ഈ കോളേജിൽ പഠിക്കുന്നതിന് പകരം അവിടുത്തെ കോളേജിൽ പഠിച്ചാൽ കുറച്ചുകൂടെ ക്യാമ്പസ് സെലക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ സ്കോപ്പ് ഉണ്ട് എന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ജീവിക്കുന്ന കുറേയേറെ ആളുകളുണ്ട്. അതും കഴിഞ്ഞിട്ടുള്ള വേറെ കുറച്ച് ആളുകളാണ് എനിക്ക് ചില താല്പര്യങ്ങളുണ്ട്, എന്റെ ചില താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾക്കനുസരിച്ച് പോകണം എന്നുള്ള രീതിയിൽ ചില വഴികളൊക്കെ വെട്ടിവെക്കും. അപ്പൊ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്, ഇപ്പൊ എന്റെ വഴിക്ക് പോകണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ പോലും അവന് വീട്ടുകാർ വിടില്ല, പുറകെ നിന്ന് ഇങ്ങനെ പിടിച്ചു വലിക്കും. അവൻ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ നമ്മുടെ സമൂഹം സമ്മതിക്കില്ല, അപ്പൊ പുറകോട്ട് വലിക്കും. ഇനി ഇവന്റെ അറിവിനനുസരിച്ച് ഇവർ പറയുന്ന രീതിയിൽ തന്നെ ഇവന്റെ അറിവിനനുസരിച്ച് പോകാന്ന് വെച്ചാലും കുറച്ചൊക്കെ സമൂഹം വലിക്കും. എങ്കിലും അവനൊരു വഴിക്ക് പോകുന്നുണ്ടല്ലോ, അവനൊരു വഴിക്ക് പോകുന്നത് അവര് പറഞ്ഞത് തന്നെ, അവര് അടുത്ത കോളേജ് പഠിക്കാൻ പറഞ്ഞ് കുറച്ചുകൂടെ ദൂരെയുള്ള വലിയ കോളേജ് പഠിക്കാൻ പോകുന്നു, അതിന് ചിലപ്പോ സഹായിച്ചു എന്ന് വരും. അപ്പൊ സമൂഹ പ്രേരണയ്ക്കനുസരിച്ച് നാട്ടുനടപ്പിനനുസരിച്ച് പിന്നെ അങ്ങനെ ഒഴുകുകയാണ്. ഇതിനിടയിൽ നമ്മൾ കുറച്ചു കാലമൊക്കെ ഈ വഴിക്ക് പോകും. അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു സംഘർഷമുണ്ട്. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വഴിക്ക് പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥ വരുമ്പോ നമ്മൾ ആലോചിക്കും, എന്താ ഇത്, എല്ലാരും പറയുന്ന പോലെ ഞാനും ചെയ്തല്ലോ, എന്നിട്ടും എന്താണ് ഇവിടെ, എന്തോ ഒരു അസ്വസ്ഥത ഉള്ളിലുണ്ടാവും. നമുക്ക് ബിരിയാണി കഴിക്കാൻ തോന്നിയിട്ട് ഉള്ളിൽ ഇങ്ങനെ തോന്നലുണ്ട്, വിളമ്പി കിട്ടിയത് കഞ്ഞിയാണെന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ട് കഞ്ഞി കുടിക്കുന്ന സമയത്ത് അത് കഴിക്കാമായിരുന്നു എന്ന് തോന്നും. അങ്ങനെ തോന്നാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, വിശപ്പുണ്ടാവണം. വിശപ്പുണ്ടെങ്കിൽ, ഒറിജിനൽ ആയിട്ടുള്ള വിശപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ബിരിയാണി അല്ല, ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് പച്ചവെള്ളം കിട്ടിയാൽ പോലും ആഹാ എന്ന് പറഞ്ഞ് നമുക്കൊരു ആശ്വാസം തോന്നും. വിശപ്പുണ്ടെങ്കിലും, സാധാരണ വിശപ്പുണ്ടായിട്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ നാട്ടുനടപ്പനുസരിച്ച് ഘടികാരം നോക്കിയിട്ട്, ഇങ്ങനെ വിശക്കുന്നതെന്ന് ചോദിച്ചാൽ ഘടികാരം നോക്കിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോ ആ രീതിയിൽ പോകുമ്പോ പിന്നെ നമ്മൾ അതിന്റെ വഴിയായി. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, തൊഴിലിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഒക്കെ ഈ ഒരു ക്രമത്തിൽ മറ്റുള്ളവരെത്തു പറയുമെന്നുള്ള ക്രമത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ അസ്വസ്ഥത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടോ? അത്തരത്തിലൊരു അസ്വസ്ഥത നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടും കൂടി ആയിരിക്കും ഇവിടെ ഇപ്പൊ ഈ പരിപാടിക്ക് വന്നിട്ടുണ്ടാവുക. ആ അസ്വസ്ഥത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? നമ്മുടെ ആ മറ്റേ ബിരിയാണി തിന്നാനുള്ള മോഹം കഞ്ഞിയായി മാറിയപ്പോൾ ഉണ്ടാകുന്ന ഒരു ചേർച്ചക്കുറവുണ്ടല്ലോ, ഈ ചേർച്ചക്കുറവ് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. ഈ കഞ്ഞി കഴിക്കാൻ കഞ്ഞി ഉണ്ടാകുന്നതിനാണ്, കഞ്ഞി എന്നുള്ള ഒരു സങ്കേതം ഉണ്ടായിട്ടുള്ളത് തന്നെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്. വിശപ്പ് മാറ്റാൻ കഞ്ഞിയാണോ കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതല്ല, എങ്കിൽ പോലും കഞ്ഞി എന്നുള്ള സംഭവത്തിന് ഒരു നാടൻ രീതിയുടെ ഒരു വശമുണ്ട്. അതാണ് ജനറലി അവൈലബിൾ ആയിട്ടുള്ളത്. ആ ജനറലി അവൈലബിൾ ആയിട്ടുള്ള സംഭവം കഴിക്കുക എന്നുള്ളത് ആണ് നമ്മുടെ വിധി. പക്ഷെ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ബിരിയാണി കഴിക്കുന്നതാണോ നല്ലത്, കഞ്ഞി കഴിക്കുന്നതാണോ നല്ലത്, ഒന്നും കഴിക്കാതിരിക്കുന്നതാണോ നല്ലതെന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകുമ്പോൾ മൊത്തം വല്ലാത്തൊരു തരം കൺഫ്യൂഷനാണ്. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ പുറകിലുള്ളത്? നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ പ്രശ്നം ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നതൊന്ന് ആലോചിക്കാം. സ്വസ്ഥത വേണം നമുക്ക്, അല്ലെ? സ്വസ്ഥത. ഈ സ്വസ്ഥത എന്നുള്ളതിന്റെ അതിന്റെ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു പദമുണ്ട്, സ്വസ്തി എന്ന് പറയും. സ്വസ്തി എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ അറിയോ? എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നാകുന്ന അവസ്ഥ. എന്റെ ഇച്ഛ, പ്രകൃതിയുടെ കൽപ്പന. അപ്പൊ ഈ എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നാകുന്ന സമയത്ത് സ്വസ്ഥത ഉണ്ടാവും. അപ്പൊ വെള്ളം ഒരു വഴിക്ക് ഒഴുകുന്നു. വെള്ളം ഒഴുകുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. വെള്ളം ഒഴുകുന്നതിന് എതിർ ദിശയിൽ നമ്മൾ നീന്താൻ ഒരുങ്ങിയാല്, അല്ലെങ്കിൽ നമ്മൾ നടക്കാൻ ഒരുങ്ങിയാല്, ഉറപ്പായിട്ടും നമ്മളെ തള്ളി ഏതെങ്കിലും കൊണ്ടുപോകും, നമ്മൾ ഭയങ്കര ഫ്രിക്ഷൻ അനുഭവിക്കേണ്ടി വരും. അപ്പോ ഈ വെള്ളത്തിന്റെ ഒഴുക്കെന്ന് പറയുന്നതാണ് പ്രകൃതിയുടെ കൽപ്പന എന്ന് പറയുന്നത്. നമ്മുടെ ഇച്ഛ എന്ന് പറയുന്നത് ഏത് വഴിക്ക് പോകണം എന്നുള്ളതാണ്. പ്രകൃതിയുടെ വഴിക്ക് പോവുകയാണെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാവില്ല, പ്രകൃതിയുടെ വഴിക്ക് അല്ലാത്തൊരു വഴിക്ക് പോയാൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഫ്രിക്ഷനാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവം. വർഗീസേട്ടന് മൈക്കൊന്ന് ഓഫ് ചെയ്യണം. അപ്പോ ഈ ഫ്രിക്ഷനാണ് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. നമ്മുടെ ഇച്ഛ പ്രകൃതിയുടെ കൽപ്പനയിൽ നിന്ന് വിരുദ്ധമായി പോകുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ടാവും. അപ്പോ നമ്മൾ പ്രകൃതി എന്നുള്ള രണ്ട് തട്ടുകളെ, രണ്ട് സത്തകളെ നമ്മളൊന്ന് പരിചയപ്പെടേണ്ടി വരും. സ്ഥിരം ഒളിമ്പസിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകൾക്ക് ഇത് എന്താണെന്ന് അറിയാം. പുതിയ ആളുകൾ ഉള്ളത് കൊണ്ട് അവയും കൂടെ പറയേണ്ടത് ഉണ്ട് എന്ന് തോന്നുന്നു.
അതല്ലെങ്കിൽ തന്നെ നമ്മളത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ ഇത് കാണുന്ന ആളുകൾക്ക് ഇത് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് അതുകൂടെ എന്താണ് ഞാനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. എന്റെ ശരീരത്തിന്റെ ഒരു കോശത്തെ എടുക്കുക, എന്റെ ശരീരത്തിന്റെ ഒരു കോശം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു കോശം എടുക്കുക. ഈ കോശം എന്നുള്ളതും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? വേണ്ട, നിങ്ങളുടെ കൈയുടെ ചൂണ്ടുവിരലുണ്ടല്ലോ, നിങ്ങൾ ചോറുണ്ണാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാനോ തലചോറിയാനോ ഒക്കെ വെക്കുന്ന ചൂണ്ടുവിരൽ എന്ന് പറയുന്ന സംഭവം, ഈ ചൂണ്ടുവിരലിന് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താ? ബന്ധമാണോ ഉള്ളത്? അത് നിങ്ങൾ തന്നെയാണ്. ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്നുള്ള മഹാശരീരത്തിന്റെ, ഒരു വലിയ ശരീരത്തിന്റെ പാർട്ടാണ് ഈ വിരൽ എന്ന് പറയുന്നത്. ഈ ശരീരത്തിന്റെ അകത്തെ ഒരു ഘടകമാണ് ഈ വിരൽ. ഈ വിരലും മറ്റൊരു വിരലും വേറൊരു വിരലും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നിങ്ങളുടെ ശരീരം ഉണ്ടാവുന്നത്. അപ്പൊ ശരീരമാകുന്ന ഒരു വലിയ വ്യവസ്ഥയുടെ ഘടകമാണ് ഈ വിരൽ എന്നുള്ളത്. ഇതുപോലെ പ്രകൃതിയാകുന്ന ഒരു വലിയ ശരീരത്തിന്റെ ഒരു ഘടകമാണ് ഞാൻ എന്ന് പറയുന്നത്, നിങ്ങൾ എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തത്വചിന്തയായിട്ടാണ് തോന്നുന്നതെങ്കിൽ എനിക്കൊന്നും നിവൃത്തിയില്ല, എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. നമ്മൾ റിയാലിറ്റിയെ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. റിയാലിറ്റിയെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ആലോചിച്ചാൽ മതി. നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തുള്ള ഒരു അവയവം, ഹൃദയം എന്നുള്ളത്, ഹൃദയം തീരുമാനിക്കുകയാണ് നാളെ മുതൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് അങ്ങ് പ്രവർത്തിക്കുകയാണ്, ഞാൻ ഈ ശരീരം എന്നുള്ള സംഭവത്തിന്റെ ഭാഗമല്ല, ഞാൻ എന്റെ സൗകര്യത്തിന് പ്രവർത്തിക്കുകയാണെന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും അടുത്ത ചുവട്? ഒറ്റ മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആശുപത്രിയിലാക്കും. അതും വല്ലാത്ത രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക? നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേറെ മെഷീനെ അവിടെ ഏൽപ്പിക്കും, ഫിറ്റ് ചെയ്യും, ഐസ് മേക്കർ ഫിറ്റ് ചെയ്യും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങളെ പറിച്ചു മാറ്റിയിട്ട് അവിടെ വേറെ സാധനം ഫിറ്റ് ചെയ്യും. എന്നിട്ടും ശരിയായില്ലെങ്കിലോ നിങ്ങൾ ഇത് മൊത്തത്തിലങ്ങ് തീർന്നു കിട്ടും. നിങ്ങളുടെ ശരീരത്തിൽ ഒരു കോശം പറയാണ്, ശരീരത്തിന്റെ നിയമങ്ങൾ ഞാൻ പാലിക്കുന്നില്ല, എന്റെ സൗകര്യത്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഉടനെ തന്നെ അതിനെ കൊന്ന് വെളിയിലേക്കാക്കും, പഴുപ്പിച്ച് വെളിക്കളയും. ഒരു കൂട്ടം കോശങ്ങൾ ഒരു കൂട്ടം കോശങ്ങൾ ഒരുമിച്ച് തീരുമാനിക്കുകയാണ്, ഇതൊന്നും നമ്മുടെ ഈ ശരീരം എന്നുള്ളതൊന്നും എന്റെ ഭാഗമല്ല, ഇത് എന്റെ പരിസ്ഥിതിയെ അല്ല, ഞാൻ ഇതിന്റെ പാർട്ടല്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ സൗകര്യത്തിന് ഞാൻ അനന്തമായ വികസനത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ അങ്ങനെയാണല്ലോ, മോഡേൺ വേൾഡ് അങ്ങനെയാണല്ലോ, എല്ലാം വികസനത്തിന്റെ വഴിയിലാണ്. അപ്പൊ അനന്തമായ വികസനത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോശത്തിന്, ഇപ്പൊ ഹൃദയമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുടലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലിവർ ആണെങ്കിൽ അങ്ങനെ, അത് അനന്തമായ ഒരു വളർച്ചയിലേക്ക് പോവുകയാണ്, അനന്തമായ വികസനത്തിലേക്ക് പോവുകയാണെന്ന് തീരുമാനിച്ചാൽ ഈ അവയവത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ ശരീരം കൊണ്ട് ശരീരത്തിന്റെ ഉടമസ്ഥരുണ്ടല്ലോ, അവർ RCC പോകും, എന്നിട്ട് പറയും ഈ ആശാന് ക്യാൻസർ ആണെന്ന്. ഈ അനന്തമായി വളരുന്നതിനാണ് ക്യാൻസർ എന്ന് പറയുക. വളർച്ചയ്ക്കൊരു പരിധിയുണ്ട്, ആ പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ക്യാൻസർ എന്ന് പറയും. ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അനന്തമായ വളർച്ച, അനന്തമായ വികാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിത് ക്യാൻസർ ആണെന്ന് മനസ്സിലാവില്ല. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ ഒരു വളർച്ച, ശരീരത്തിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്ന സംവിധാനം ശരീരത്തിന് അനുവദിക്കപ്പെട്ടതിനും ആ അളവിനും അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ക്രമക്കേടാണ്. ആ ക്രമക്കേടിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ക്രമക്കേടാണെന്ന്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ താല്പര്യമില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ലോകത്തല്ല, നമ്മളെ വെർച്വൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കണ്ടു പഠിപ്പിച്ച ഒരു സാങ്കേതിക ലോകത്താണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മറ്റേ അഭ്രപാളിയിലേക്ക് നോക്കും, അല്ലെ? അങ്ങനെയല്ലേ, ഒരു പ്ലാസ്റ്റിക്കിന്റെ പാളിയിലേക്ക് നോക്കും. ആ പാളിയിലേക്ക് നോക്കിയിട്ട് അവിടുന്ന് കാണുന്ന ചിത്രങ്ങളും അവിടുന്ന് കാണുന്ന വരകളും അവിടുന്ന് വരകൾ കൊണ്ടുണ്ടാക്കിയ അക്ഷരങ്ങളും അക്ഷരങ്ങൾ പേരുന്ന സംജ്ഞകൾ പേരുന്ന ആശയങ്ങൾ പേരുന്ന സന്ദേശങ്ങളും കൊണ്ട് നമ്മുടെ തല എങ്ങനെ ഉറപ്പിക്കും. എന്നിട്ട് ഈ ലോകം മുഴുവൻ വൃത്തികെട്ടതാണ്, ലോകം മുഴുവൻ പ്രശ്നങ്ങളാണ്, ലോകം മുഴുവൻ കുഴപ്പമാണെന്ന് നമ്മളങ്ങ് വിചാരിക്കും, മനസ്സിലാക്കും. പിന്നെ ഞാൻ ജീവിക്കേണ്ടത് അതിനനുസരിച്ചാണ്, ഞാൻ ജീവിക്കുന്നത് ഇതിനനുസരിച്ചാണെന്ന് നമ്മളെ കുറച്ച് പറഞ്ഞു ബോധിപ്പിക്കും. ഈ പറഞ്ഞു ബോധിപ്പിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മളെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളത്. നമ്മളെക്കുറിച്ച് അറിയാനായിട്ട് ഒരു അല്പസമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എനിക്ക് വിശക്കുന്നു എന്ന്.
ഇപ്പൊ വിശക്കുന്നു എങ്ങനെയാണ്? മൊബൈൽ നോക്കിയിരിക്കുമ്പോ അമ്മ വിളിക്കും, ഡാ കഴിക്കാൻ വാ, ദാ വരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ ഡാ വന്നില്ലേ, ദാ വരുന്നു. നമ്മൾ അങ്ങനെ പറയാം. അപ്പോ വിശപ്പെന്നുള്ളത് പോലും വേറെ ആരുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ സമയമില്ല. നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്ന സമയത്ത് ആണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത്. നമ്മുടെ ആവശ്യം എന്നുള്ളത് നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തെ അല്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ വ്യക്തിത്വത്തെ അല്ലേ? ഞാൻ എന്നുള്ള സ്വത്വത്തെയാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അതോ വ്യക്തിത്വത്തെയാണോ നമ്മൾ ശ്രദ്ധിക്കുന്നത്? വ്യക്തിത്വത്തെയാണ്. നാട്ടുകാർ മറ്റുള്ളവരെന്ത് പറയുന്നു പറഞ്ഞ് ജീവിക്കുന്നവനൊക്കെ ശ്രദ്ധിക്കുന്നത് സ്വന്തം വ്യക്തിത്വത്തെയാണ്. എന്റെ വ്യക്തിത്വം മറ്റുള്ളവർക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ കംഫർട്ടബിൾ ആണ്, എനിക്കത് കംഫർട്ടബിൾ ആണ് എന്നതേ ആലോചിക്കുന്നുള്ളൂ. എന്റെ സ്വത്വത്തിന് കംഫർട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിപ്പോ എന്റെ ശരീരത്തിന്റെ ഭക്ഷണം എന്താണ്, ആ ശരീരത്തിന്റെ ഭക്ഷണം കൊടുക്കുക നമ്മൾ ആലോചിക്കില്ല. എന്റെ ശരീരത്തിന് വേണ്ടത് ശരിയായ വിശ്രമമാണ്, ആ വിശ്രമം കൊടുക്കാൻ നമ്മൾ ആലോചിക്കില്ല. എന്റെ ശരീരത്തിന് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടതെന്ന് ശരീരം പറയുന്നുണ്ട്. എന്താണ് വേണ്ടതെന്ന് ശരീരം പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സന്നദ്ധത നമുക്കില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കും. ഭക്ഷണത്തിന്റെ കാര്യത്തില്, തൊഴിലിന്റെ കാര്യത്തില്, പ്രവർത്തനം ചെയ്യുന്നതിന്റെ കാര്യത്തില്, ബന്ധങ്ങളുടെ കാര്യത്തിലൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോകും. നമുക്ക് നമ്മുടെ ആന്തരിക ചോദന എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു വിരൽ എന്ന് പറയുന്നത് എന്റെ ശരീരത്തിന്റെ അകത്താണ്, ശരീരത്തിന്റെ ഭാഗമാണ് എന്നതുപോലെ ഞാനെന്ന് പറയുന്നത് പ്രകൃതി എന്ന ശരീരത്തിന്റെ, ഭൂമിയാകുന്ന ജീവ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഭൂമി എന്ന ജീവ സംവിധാനത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ ഭൂമിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. ഏതുപോലെ ഞാൻ ഉണ്ടായിട്ടുള്ളത് ഭൂമിയുടെ ആവശ്യമാണെന്ന് പറയുന്നത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഒരു കോശം ഉണ്ടാകുന്നത് എന്റെ ശരീരത്തിന് വേണ്ടിയാണ്, എന്റെ ശരീരത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ്, എന്റെ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോ എന്റെ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്റെ ഒരു കോശം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അവയവം ഉണ്ടായി, അവയവത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു കലയുണ്ടായി, കലയുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി അവയവം ഉണ്ടായി, അല്ലെങ്കിൽ അവയവമല്ല കോശമുണ്ടായി എന്ന് പറയുന്നത് പോലെ ഞാൻ ഉണ്ടായിട്ടുണ്ട് ഈ മഹാശരീരത്തിന്റെ, ഭൂമിയാകുന്ന പ്രകൃതിയാകുന്ന മഹാശരീരത്തിന്റെ ഭാഗമായിട്ടാണ്. മഹാശരീരത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചായിരിക്കും ഞാൻ ഉണ്ടാവുക, അതിന്റെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും ഞാൻ ഉണ്ടാവുക. ഭക്ഷണം വായിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയാണ് എനിക്ക് ഇങ്ങനെ ഒരു കൈ തന്നിട്ടുള്ളത്. അപ്പോ എന്റെ ശരീരത്തിലേക്ക് ഭക്ഷണം എത്തിക്കാൻ പാകത്തിലാണ് എന്റെ കൈയുടെ രൂപകൽപ്പന, അല്ലെ? വിരലുകള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റുന്ന രീതി, അല്ലെ? അതൊക്കെ ചേർന്നിട്ടുള്ളത്, ആ രൂപകൽപ്പന ഉണ്ടായിട്ടുള്ളത്, കൈയുടെ രൂപകൽപ്പന എന്റെ ശരീരത്തിന് എന്ത് വേണോ അതിനനുസരിച്ചാണ്, ശരീരത്തിനനുസരിച്ചാണ് അത് ഉണ്ടാകുന്നത്, അല്ലെ? അതുപോലെ ഒരു കോശം ഉണ്ടാകുന്നതിന് ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ഉള്ള രൂപകൽപ്പന ഉണ്ടായിരിക്കും. അതുപോലെ പ്രകൃതിയുടെ ഒരു ആവശ്യത്തിനനുസരിച്ചായിരിക്കും എന്റെ രൂപകൽപ്പന. അപ്പൊ എന്റെ രൂപകൽപ്പനയ്ക്ക് അനുസരിച്ചായിരിക്കും എന്റെ ശരീരവിന്യാസം, ആണല്ലോ. അപ്പൊ പ്രകൃതി എന്നോട് എന്തിനു വേണ്ടിയാണോ ഉണ്ടാകാൻ പറഞ്ഞിട്ടുള്ളത്, പ്രകൃതി എന്നോട് എന്താണോ ചെയ്യാൻ പറയുന്നത്, അതിനനുസരിച്ചായിരിക്കും എന്റെ നിർമ്മിതി. ഈ നിർമ്മിതിക്കനുസരിച്ചാണ് എന്റെ ശരീരഘടന. അപ്പൊ എന്റെ പർപ്പസ് എന്ന് പറയുന്നതാണ് പ്രകൃതി, ഉപരിവ്യവസ്ഥ എന്ന് പറയുന്ന സംവിധാനം, പ്രകൃതി എന്ന് പറയുന്ന സംവിധാനം, ഭൂമി എന്ന് പറയുന്ന സംവിധാനം എന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയാണ്. ആ ആവശ്യമാണ് എന്റെ ജന്മത്തിന്റെ ഉദ്ദേശ്യം. ഉപരിവ്യവസ്ഥയുടെ എന്തോ ചെയ്യാനായാണ് ഞാൻ ഉണ്ടായത്. അതാണ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം അഥവാ ലക്ഷ്യം. എന്റെ പർപ്പസ് എന്ന് പറയുന്ന സംഭവം അതാണ്. ഉപരിവ്യവസ്ഥയുടെ എന്തോ ഒരു ആവശ്യം, അത് നമുക്കറിയില്ല എന്താണ്, കാരണം അത് അതിനെ അറിയുള്ളൂ. കൈയുടെ പർപ്പസ് എന്ന് പറയുന്നത് ശരീരത്തെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെ സെർവ് ചെയ്യുക എന്നുള്ളത് ശരീരം കൈയോട് പറയുമ്പോൾ മാത്രമേ കൈക്ക് മനസ്സിലാവുള്ളൂ. ശരീരം പറയാണ് എന്റെ കഴുത്ത് ചൊറിഞ്ഞോ എന്ന് പറയുന്ന സമയത്ത് കൈ ഇവിടുന്ന് പോയിട്ട് ഇവിടെ പോയി ഇങ്ങനെ മാന്തണം. ഈ മാന്തൽ എന്നുള്ള പ്രക്രിയ നടക്കണമെങ്കിൽ ശരീരം കൈയോട് സംവദിക്കണം. കൈയോട് സംവദിക്കുന്ന സമയത്ത് കൈക്ക് മനസ്സിലാകണം ഇത്
കൈക്ക് മനസ്സിലാവണം ഇത് ഒരു 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 സൂചന അല്ലെങ്കിൽ ഒരു വിളി, ഒരു ആവശ്യം മുൻപോട്ട് വെച്ചിട്ടുണ്ട് ശരീരം. അപ്പോ ശരീരത്തിലേക്ക് ഞാനത് ചെയ്തു കൊടുക്കണമെന്ന് കൈക്ക് മനസ്സിലാവണം. കൈക്ക് മനസ്സിലാകുന്ന സമയത്ത് കൈക്ക് പിടികിട്ടും, ഇനി ഇതാണ് ചെയ്യേണ്ടത്, പോയി ചെയ്യുന്നു. അപ്പോ ഉപരിവ്യവസ്ഥ ആവശ്യപ്പെടുന്നത് കേൾക്കാനാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള എനിക്ക് മനസ്സിലായാൽ മാത്രമേ ഞാൻ അതിനനുസരിച്ചുള്ള പർപ്പസ് നിർവഹിക്കുള്ളൂ, അല്ലെ? അതിലേക്കുള്ള പ്രവൃത്തി എന്താണോ അത് ഞാൻ ചെയ്യണം. ഇപ്പൊ അതിന് മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മൾ ഒരു ടേബിൾ ലാമ്പ് ഉണ്ടല്ലോ, ടേബിൾ ലാമ്പ് എന്നുള്ള സംഭവം നമ്മൾ പേരിട്ട് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ടേബിളിൽ വെച്ച് കത്തിക്കുന്ന ലാമ്പ് ആയതുകൊണ്ടാണ് ടേബിൾ ലാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ടേബിൾ ലാമ്പ് വാങ്ങിക്കാൻ തോന്നി, നല്ല ഗന്ധമുള്ള ഒരു ടേബിൾ ലാമ്പ് കടയിൽ പോയി വാങ്ങിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ തുറന്നു നോക്കിയ സമയത്ത് വീട്ടുകാർ കാണുന്നു ഇത് നല്ല ഭംഗിയുണ്ട്, കേടുവരാതെ സൂക്ഷിക്കണം. നമ്മൾ ഷോക്കേസിൽ കയറ്റി വെച്ചു. ഷോക്കേസിൽ കയറ്റി വെച്ചപ്പോഴും നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ടേബിൾ ലാമ്പ് എന്നാണ്. അതിന്റെ പണിയെന്താ? ടേബിളിൽ ഇരുന്ന് കത്തുക എന്നുള്ളതാണ്. അതല്ല ചെയ്യുന്നത്, ഷോക്കേസിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഷോക്കേസിൽ ഇരിക്കുന്ന സാധനത്തിന്റെ പേര് ടേബിൾ ലാമ്പ് എന്നാണ്. പക്ഷെ ടേബിൾ ലാമ്പിന് അതിന്റെ ഉദ്ദേശ്യം, പർപ്പസ് നടപ്പിലാക്കണമെങ്കിൽ അതിനെ ടേബിളിൽ വെച്ചിട്ട് പ്ലഗിലേക്ക് സ്വിച്ച് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യണം, അല്ലെ? പ്ലഗിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത ശേഷം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പവർ സപ്ലൈ കയറി ഇറങ്ങിപ്പോകും. സ്രോതസ്സുമായി കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ പവർ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഈ ടേബിൾ ലാമ്പ് അതിന്റെ പർപ്പസ് നിർവഹിക്കുകയുള്ളൂ. മുമ്പേ പറഞ്ഞ കഥയുണ്ടല്ലോ, അതായത് ഉപരിവ്യവസ്ഥയുടെ, ഭൂമിയുടെ, പ്രകൃതിയുടെ ഒരാവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ ഉണ്ടാവുക എന്നുള്ളത് പ്രവർത്തനത്തിലാവണമെങ്കിൽ, സത്യത്തിലാവണമെങ്കിൽ, യാഥാർത്ഥ്യത്തിലാവണമെങ്കിൽ എന്തുണ്ടാവണം? ഞാൻ ഈ ടേബിൾ ലാമ്പ് പവർ സോഴ്സുമായിട്ട് കണക്ട് ചെയ്തതുപോലെ ഞാൻ എന്റെ പവർ സോഴ്സുമായിട്ട് കണക്ട് ആവണം. ഞാൻ എന്റെ പവർ സോഴ്സുമായിട്ട് കണക്ട് ആവുന്ന സമയത്ത് ഞാൻ ഈ ടേബിൾ ലാമ്പ് കത്തുന്ന പോലെ കത്തും. അതിന്റെ പർപ്പസ് എങ്ങനെ നിർവഹിക്കും? പർപ്പസ് എന്തിനാണ് നിർവഹിക്കുന്നത്? മനുഷ്യർ പർപ്പസ് എന്തിനാണ് നിർവഹിക്കുന്നത്? എല്ലാവരും പർപ്പസ് നിർവഹിക്കുന്ന പോലെ അല്ല മനുഷ്യൻ നിർവഹിക്കുന്നത്. അവന് മനസ്സമാധാനം വേണം. എനിക്ക് ശാന്തമായി പോകണമെങ്കിൽ എല്ലാവരും പോണ പോലെ പോകണം. എല്ലാവരും പോണ പോലെ പോവും. സമാധാനത്തിൽ പോകാൻ നമ്മൾ തയ്യാറാകും. സമ്മതമല്ല, അതങ്ങനെ ഞാൻ പോവും. ഞാൻ ആരാ? ഞാൻ ഇന്ന ആളല്ലേ? ഞാൻ വർക്ക് ചെയ്തു, എനിക്ക് സമാധാനമായിട്ട് പോയാൽ മതി. എന്റെ ചുറ്റുപാടും പോകുന്നതനുസരിച്ച് പോയാൽ മതി. എല്ലാവരും ആവശ്യപ്പെടുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ചെയ്യൂല. ഞാൻ അവിടെ ഭരിക്കും. എന്റെ വിദ്യാഭ്യാസം, എന്റെ അറിവ്, എന്റെ സാമൂഹ്യ പ്രേരണ, എന്റെ നാട്ടുനടപ്പ്, എന്റെ സ്വയം അറിയാവുന്ന കാര്യങ്ങൾ, എന്റെ പ്രത്യേക താല്പര്യങ്ങൾ ഒക്കെ എന്നെ ഭരിക്കും. എല്ലാം ഒഴുകുന്ന പോലെ ഞാൻ ഒഴുകൂല. അപ്പൊ എല്ലാം ഒഴുകുന്ന പോലെ ഒഴുകിയാൽ നമ്മൾ ഏതാണ്ട് ആ ഒഴുക്കിൽ, പ്രകൃതി നൽകുന്ന ഒഴുക്കിൽ നമ്മളങ്ങ് പോകുന്ന സമയത്ത് ഫ്രിക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ സ്വസ്തി എന്ന് പറയുന്ന ഒരവസ്ഥ, പ്രകൃതിയുടെ കൽപ്പനയും എന്റെ ഇച്ഛയും ഒന്നാകുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ പോകും. പക്ഷെ അത് നമ്മൾ പോകില്ല. അപ്പൊ നമ്മൾ നമ്മുടെ പർപ്പസ് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒഴുകാൻ പറ്റുള്ളൂ. അതിനാണ് പർപ്പസ് മനസ്സിലാവുന്നത്. മനുഷ്യൻ പർപ്പസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പട്ടിയും പൂച്ചയും പർപ്പസ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം അവര് പർപ്പസിന്റെ അകത്താണ്. അവരുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചാണ് അത് ജീവിക്കുക. അതെങ്ങനെ അവര് മനസ്സിലാക്കുന്നത്? അവര് ഫോളോ ചെയ്യുന്നത് അവരുടെ സഹജ ചോദനയാണ്. സഹജ ചോദനയെ അത് ഫോളോ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി അവന് ബോധ്യം വരും ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ സഹജ ചോദന എങ്ങനെ നമ്മളറിയാം? നമ്മളത് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഫ്രിക്ഷൻ മുഴുവൻ ഉണ്ടാവുന്നത്. നമുക്ക് ജീവിതത്തില് ആശങ്കകൾ ഉണ്ടാവുന്നത്, ഭയം ഉണ്ടാകുന്നത്, വ്യഥകൾ ഉണ്ടാവുന്നത് ഒക്കെ നമുക്കിത് മനസ്സിലാവുന്നില്ല. നമ്മുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? ഒരു വലിയ ചാലഞ്ചാണിത്. ഈ പട്ടിക്ക് അതിന് സഹജചോദന എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതനുസരിച്ച് ഇടയ്ക്കൊന്ന് വല്ലതും ഇറച്ചി തിന്നാൻ തോന്നിയാൽ എങ്ങനെ ഇറച്ചിക്കടയുടെ മുമ്പിൽ പോയിട്ട് എന്നാ തരൂന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് പട്ടി ചെയ്യുക? അല്ല. ഇപ്പൊ നമ്മൾ ഇക്കോ വില്ലേജിലുള്ള പട്ടികൾ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തൊന്നും ഒരു സാധാരണ സാധനങ്ങളും ഇല്ല. മനുഷ്യർ ജീവിക്കുന്ന പൊതു സംവിധാനത്തിലുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇവിടെ വല്ല ഓന്തോ മറ്റേ ഉടുമ്പോ അല്ല അങ്ങനെയുള്ള എന്തെങ്കിലും അതിലെന്തെങ്കിലും പോകുന്ന സമയത്ത് പട്ടിയോ പൂച്ചയൊക്കെ ചെന്ന് അതിനെ പിടിക്കും. അങ്ങനെ പിടിക്കുന്ന സമയത്ത് അതിന് വേണ്ടുന്ന ഇറച്ചി കിട്ടും. അതിന് ഇറച്ചി തിന്നുക എന്നുള്ളത് അതിന്റെ ധർമ്മമാണ്. ആ ധർമ്മം നടപ്പിലാക്കാനായിട്ട് വേണ്ടുന്നത് അതിൽ നിന്നും അത് കിട്ടുന്നു. അതിന്റെ സഹജചോദനയിൽ നിന്ന് കിട്ടുന്നു. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ സഹജചോദനയാണ്. ഈ സഹജചോദനയെ നമ്മളെങ്ങനെ അറിയാം? നമുക്കകത്തില്ല സഹജചോദന. അത് നമ്മളെങ്ങനെ അറിയാം? നമുക്ക് വാസനകൾ ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് പാട്ട് പാടാൻ തോന്നുന്നു,
പാട്ടുപാടാൻ തോന്നുന്നു എന്നുള്ളതൊരു വാസനയാണ്. ഇപ്പൊ പാടാൻ തോന്നുന്നു ഇല്ല, വേറൊരിക്കൽ പാടാൻ തോന്നുന്നു ഇല്ല, എപ്പോഴാണ് പാടാൻ തോന്നുന്നു നമുക്ക് അറിയില്ല. പക്ഷെ പാടാൻ തോന്നുന്നു, ഇന്ന് തോന്നും, നാളെ തോന്നും, മറ്റന്നാൾ തോന്നും, പലപ്പോഴും പല പല ഘട്ടത്തിൽ പല രൂപത്തിൽ തോന്നിയെന്ന് വരാം. ആവർത്തിച്ച് ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ ആ തോന്നലിന്റെ അർത്ഥം, ആ തോന്നൽ എന്നുള്ളത് ഒരു വാസനയാണെന്നാണ്. തൽക്കാലത്തേക്ക് ഒരു തോന്നൽ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുക ചോദന എന്നാണ്. ഇപ്പോൾ ഞാനിത് ചെയ്യണം എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് നമ്മളൊരു വഴി നമുക്ക് തോന്നുന്നുവെങ്കിൽ, സ്ഥിരമായിട്ട് നമുക്കൊരു ചോദന തോന്നിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അത് വാസനയാണെന്നാണ്. ഈ വാസനയ്ക്ക് കൺഫേം ചെയ്യാനായിട്ട്, വാസന അത് തന്നെയാണ് കൺഫേം ചെയ്യാനായിട്ട് ഒരു കാര്യം കൊണ്ടു. എനിക്ക് പാട്ട് പാടാൻ തോന്നുന്നു. എനിക്ക് പാട്ട് പാടാൻ തോന്നുമ്പോൾ എനിക്ക് പാടാൻ പറ്റണം. പാട്ട് പാടാൻ എനിക്ക് തോന്നി, ഇനി ഞാൻ പാടാൻ പറ്റണം. പാടാൻ ഒരുങ്ങുന്ന സമയത്ത് എനിക്ക് പാടാൻ കഴിയണം. എന്റെ ശേഷികൾ അതിനനുസരിച്ചായിരിക്കണം. എനിക്ക് പാടാൻ അതിന് സ്വരം ചേരാൻ പറ്റണം, ശ്രുതി ചേരാൻ പറ്റണം, താളനിബദ്ധമായിട്ട്, രാഗനിബദ്ധമായിട്ട് എനിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റണം. അപ്പോ എനിക്ക് ശരിയായ രീതിയിൽ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റണം. ഞാനൊരു എക്സ്പേർട്ട് ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ എന്റെ ഉള്ളിൽ അതിനുള്ള ശേഷികൾ ഉണ്ടായിരിക്കും. മരം കയറാനാണ് എന്റെ വാസനയെങ്കിൽ മരം കയറാൻ പാകത്തിന് എന്റെ മസിലുകൾ പക്വപ്പെടണം. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് മരം കയറാൻ പറ്റണം. ഇപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല ഒരാള്, രാമനാട്ടുകാരിൽ ഒരു അബ്ദു, കുറച്ചു മുമ്പ്, ഈ പരിപാടിക്ക് കുറച്ചു മുമ്പ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഞാൻ അതിന് കൊടുത്ത മറുപടി എനിക്ക് ഓർമ്മയുണ്ട്. മറുപടി ഇതാണ്: നമ്മളിപ്പോ ഈ ആമയുണ്ടല്ലോ, ആമയെ കയറ്റിയിട്ട് മരം കയറ്റാൻ ആരും ആവശ്യപ്പെടില്ലല്ലോ. ഇനി ആമയ്ക്ക് എത്ര ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാലും ആമയ്ക്ക് മരം കയറാൻ കഴിയുമോ? നമ്മുടെ പൊതുവിദ്യാഭ്യാസ വ്യവസ്ഥ എങ്ങനെയാ വെച്ചാല് ആമയ്ക്കും കുരങ്ങിനും ഒരേ തളപ്പാണ് ഉണ്ടാക്കുക. ആമയ്ക്കും കുരങ്ങിനും ഒരേ വിദ്യാഭ്യാസം. എന്നിട്ട് ആമയോട് നമ്മൾ മരം കയറാൻ പറയും, കുരങ്ങിനോട് വെള്ളത്തിൽ നീന്താൻ പറയും. ഇതാണ് നമ്മുടെ ഒരു രീതി. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു ക്രമം അനുസരിച്ച്, നമ്മുടെ വാസനയ്ക്കനുസരിച്ചുള്ള ഒരു പ്രാക്ടീസ് അല്ല നമ്മൾ ചെയ്യുക. നമ്മൾ പഠിച്ചതൊക്കെ നാട്ടുനടപ്പനുസരിച്ചുള്ള പ്രാക്ടീസാണ്. ആമയും മറ്റേ കുരങ്ങനും മരം കയറാൻ പഠിച്ചതുപോലെ, നീന്താൻ പഠിച്ചതുപോലെ, എല്ലാവരെയും സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതുപോലെ നമ്മളും ആ സ്റ്റാൻഡേർഡിലേക്ക് പോയി എന്നുള്ളതാണ്. അവിടെ നമ്മുടെ വാസനകൾ അവിടെ പോയി, നമ്മുടെ ചോദനകൾ അവിടെ പോയി. നമ്മുടെ ശേഷികൾക്കനുസരിച്ച് ആകണ്ടേ നമ്മുടെ അടുത്ത ചുവടുകൾ, നമ്മുടെ ശേഷിക്കനുസരിച്ച്. ആമയോട് മരം കയറാൻ പറഞ്ഞാൽ സാധിക്കില്ല. കാരണം ആമയുടെ ഫാക്കൽറ്റീസ്, ആന്തരിക ശേഷികൾ അത്തരത്തിലല്ല. അപ്പോ ആന്തരിക ശേഷി ഉണ്ടായിരിക്കും. ആ ശേഷിയുള്ളവന് അതിനനുസരിച്ചുള്ള വാസന ഉണ്ടായിരിക്കും. പാടാൻ എനിക്ക് ശേഷിയുണ്ട്, അതിനനുസരിച്ച് പാട്ട് പാടാനുള്ള വാസനയുമുണ്ട്. വാസന മാത്രമല്ല, ഇനി അടുത്തൊരു വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ എനിക്ക് പുറത്ത്, എന്റെ ശരീരത്തിന് പുറത്ത് ഞാൻ കാണുന്ന ആ ഒരു ലോകമുണ്ടല്ലോ, ആ ലോകം എന്താണ്? ഞാൻ നിൽക്കുന്ന ശരീരമാണ്. ഞാൻ നിൽക്കുന്ന ശരീരം, എന്റെ ഒരു കോശം. കോശത്തിന് കണ്ണും കാലും ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ കോശം കണ്ണു തുറന്ന് നോക്കുകയാണെങ്കിൽ എന്താ കാണുക? കലയെ കാണും. കലയാണ് കോശം നിൽക്കുന്ന എൻവയോൺമെന്റ്. കല നിൽക്കുന്ന എൻവയോൺമെന്റ് ആണ് അവയവം. അവയവം നിൽക്കുന്ന എൻവയോൺമെന്റ് ആണ് ശരീരം. ശരീരം നിൽക്കുന്ന എൻവയോൺമെന്റ് ആണ് ഈ ജീവരാശി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് പ്രകടമായിട്ടുള്ള പ്രകൃതി എന്ന് പറയാം. അപ്പൊ അതിനെയാണ് കാണുന്നത്. പുറം ശരീരത്തില് നമ്മൾ അതിനെയാണ് കാണുന്നത്. ആ പുറം ശരീരത്തില് അതിന് വേണ്ടുന്ന എന്റെ വാസനകൾ എന്താണോ, ആ വാസനയ്ക്കനുസരിച്ച് എന്റെ ശേഷികൾ ഉണ്ടാവും. ഈ ശേഷികൾക്കനുസരിച്ചുള്ള അവസരങ്ങൾ, ആവശ്യങ്ങൾ എന്റെ മുമ്പിൽ വന്ന് നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കൈക്ക് ചൊറിയാൻ തോന്നുന്നു, എന്റെ ശരീരത്തിന് ചൊറിയാൻ തോന്നുമ്പോ കൈക്ക് ചൊറിയണം എന്നുള്ള സിഗ്നൽ കിട്ടും. ഈ സിഗ്നൽ കിട്ടുമ്പോഴാണ് കൈ പോയി ഇവിടെ പോയി ചൊറിയുക. സിഗ്നൽ കിട്ടാതെ കൈ പോയി ചൊറിയില്ല. ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. അപ്പോ എന്റെ ശരീരം കൈക്ക് കൊടുക്കുന്ന സിഗ്നൽ ഉണ്ടല്ലോ, ആ സിഗ്നലിനെയാണ് നമ്മൾ നിർദ്ദേശം എന്ന് പറയുക. ആ നിർദ്ദേശം പോലെ എന്റെ ഉപരിവ്യവസ്ഥയാകുന്ന പ്രകൃതി എനിക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് എന്റെ മുന്നിൽ വരുന്ന സംഭവങ്ങൾ. ആ സംഭവങ്ങൾ എനിക്ക് നൽകുന്ന സ്വപ്നങ്ങളാണ് എന്റെ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളിലൂടെയാണ് എനിക്ക് എന്താ പറയാ, എനിക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ള സൂചന പ്രകൃതി നൽകുന്നത്. അപ്പോ എന്റെ ആന്തരിക ശേഷിയുണ്ട്, എന്റെ വാസനയുണ്ട്. ഈ വാസനയ്ക്കനുസരിച്ച് എന്റെ പശ്ചാത്തലത്തിലെ സാഹചര്യങ്ങൾ കൂടെ ഒരുങ്ങി വരും. ഇത് മൂന്നും ക്രമത്തിലാകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ പാത്ത് എന്നുള്ളത്. നമുക്ക് കൃത്യമായിട്ട് ഈ വഴിയാണ് പോകേണ്ടത് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാമല്ലോ, ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരു രേഖയിൽ വരുന്ന സമയത്ത് നമ്മൾ ഗ്രഹണം ഉണ്ടായി എന്ന് പറയും.
അത് ഇവയുടെ ക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നും പറയുമെങ്കിലും ഇവ മൂന്നും ഒരു രേഖയിൽ വരുമ്പോഴാണ് ഗ്രഹണം ഉണ്ടാവുക. അതുപോലെ നമ്മുടെ ആന്തരിക വാസന, നമ്മുടെ ശേഷികള്, നമ്മുടെ അനുഭവങ്ങള്, നമ്മുടെ ആ നിമിഷത്തെ ചോദനകള്, തിരിച്ചറിവ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ രേഖയിലായി വരുമ്പോൾ അതാണ് നമ്മുടെ പർപ്പസ് നടപ്പിലാകുന്ന ഒരു അവസ്ഥ. നമ്മൾ എന്താണോ നമ്മുടെ ജന്മോദ്ദേശ്യം, ആ ഉദ്ദേശം നടപ്പിലാക്കുന്ന ഒരു അവസ്ഥ അപ്പോഴാണ് നടപ്പിലാവുക. ഇതെല്ലാം ക്രമത്തിലായി വരുമ്പോൾ ആ സമയത്താണ് നമ്മൾ സ്വസ്ഥയിലാവുക. അതല്ലാതെ എന്റെ വാസന ഒരു പ്രത്യേക തരത്തിൽ, എന്റെ ശേഷികൾ മറ്റൊരു തരത്തിൽ, അങ്ങനെ വരില്ല. വാസനയും ശേഷിയും ഏതാണ്ട് സമമായ അവസ്ഥയിൽ തന്നെ ആയിരിക്കും. പക്ഷെ ശേഷിയെ നമ്മൾ പരിശീലിപ്പിച്ച് നമുക്ക് മറ്റൊരു രൂപത്തിലേക്ക് തിരിച്ചു വെക്കാം. എന്താണ് ഞാനെന്ന് മനസ്സിലാകുന്നതിന് മുമ്പേ വേറൊരു പരിശീലനം നൽകി കഴിഞ്ഞാൽ നമ്മൾ ആ വഴിക്ക് പോവും. നിങ്ങളാരും ഒറിജിനൽ സ്റ്റേറ്റിലല്ല ഇരിക്കുന്നതെന്നറിയാലോ. നിങ്ങളെല്ലാം സംസ്കാരം കൊണ്ട് പരിഷ്കരിക്കപ്പെട്ടവരാണ്. ആ പരിഷ്കരിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ ആന്തരിക വാസനയെ കാണുന്നത്. അപ്പൊ ആ വാസനയാണ് നിങ്ങൾക്ക് തോന്നില്ല. ആ വാസന അല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ, ആ വാസന ശുദ്ധമായിരിക്കുകയും നിങ്ങളുടെ വാസനകൾ അതിനെ തിരിച്ചറിയാതിരിക്കുകയും നിങ്ങളുടെ ശേഷികൾ മറ്റൊരു അവസ്ഥയിലായിരിക്കുകയും ചെയ്യുന്നു. ഇതേ അവസ്ഥയിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ അനുഭവങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അവസരങ്ങൾ വരുന്നു. അവസരങ്ങൾ വരുമ്പോൾ അതും നിങ്ങൾക്ക് എടുക്കാൻ തോന്നില്ല. കാരണം ഇവിടെ നാട്ടുനടപ്പുണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ. സമൂഹ പ്രേരണയുണ്ട്. നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞു തന്നത്? നമ്മുടെ ജോബ് കൺസൾട്ടൻസി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ടെലിവിഷൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. പല യൂണിവേഴ്സിറ്റികളും നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആവണമെന്ന്. അതുകൊണ്ട് നമ്മൾ ആ വഴിക്കേ പോവുള്ളൂ. അപ്പോ നമുക്ക് ഈ നമ്മുടെ ജന്മോദ്ദേശ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് ആന്തരിക ശേഷികൾ മുതൽ ഉള്ള കാര്യങ്ങൾ എല്ലാം ക്രമത്തിലാകാനുള്ള യാതൊരു സാധ്യതയും നമ്മൾ യൂസ് ചെയ്യില്ല. നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും സ്വസ്ഥത എന്നുള്ളത് നഷ്ടമായിക്കൊണ്ടിരിക്കും. ഈ സ്വസ്ഥതയെ പുനഃസ്ഥാപിക്കണമെങ്കിൽ, തിരിച്ചു പിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മൾ ഈ കാര്യത്തെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ആന്തരിക ശേഷി എന്താണ്, നമ്മുടെ വാസന എന്താണ്, നമ്മുടെ ചോദന എന്താണ്, നമ്മുടെ അനുഭവങ്ങൾ എന്താണ്, നമ്മുടെ അവസരങ്ങൾ എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളെ ഒരു ക്രമത്തിൽ കാണാനുള്ള ഒരു തുറവി ഉണ്ടാവണം. അതിനുള്ള ഒരു ദൃശ്യാവസ്ഥ നമുക്കുണ്ടാവണം, ഒരു വീക്ഷണം നമുക്കുണ്ടാവണം. അത് നമുക്കില്ലെങ്കിൽ അത് കിട്ടാൻ പാകത്തിൽ നമ്മളെ ചിലയിടത്ത് കൊണ്ടെത്തിക്കും പ്രകൃതി. അങ്ങനെ ചിലയിടത്ത് എത്തിക്കുമ്പോൾ അവിടെയുള്ള ആ ജംഗ്ഷനിൽ നിന്നിട്ട് ഒരാൾ നിങ്ങൾക്ക് വഴി കാണിച്ചിട്ട് ആ വഴി പോയാൽ മതി കേട്ടോ. അങ്ങനെ നിങ്ങളുടെ ധർമ്മത്തിലേക്ക് നിങ്ങളെ വഴി കാണിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ അപ്രതീക്ഷിതമായിട്ട് എത്തുന്നവനെയാണ് നമ്മൾ ഗുരു എന്ന് പറയുക. ഞാനൊരു മഹാഗുരുവിന്റെ ശിഷ്യനാണ്. എന്റെ ഗുരു മണിയേട്ടന്റെ ശിഷ്യനാണ്. അത്രയും 10-36 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ പെട്ടപ്പോ എനിക്ക് കിട്ടിയ ഒരു തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ള കാലം മുഴുവൻ ഞാൻ ജീവിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നതും അതിന്റെ വെളിച്ചത്തിലാണ്. എന്റെ ധർമ്മപിതാണെന്ന് അദ്ദേഹമാണ് എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ ആ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ മുന്നിൽ ആ തെളിച്ചം ഉണ്ടാക്കി തരുന്ന ആരെങ്കിലും ഉണ്ടാവും. ആ ഗുരുത്വത്തിലേക്ക് ചെന്നുപെടുക. ആന്തരികമായിട്ടുള്ള വാസനകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആന്തരിക ശേഷികൾ എന്താണെന്ന് നിരീക്ഷിച്ച് ബോധ്യപ്പെടുക. അതെങ്ങനെ ബോധ്യപ്പെടും? ഒളിമ്പസിനകത്ത് തോറ്റക്കറവ് പോലുള്ള ചില പരിശീലന രീതികളുണ്ട്. ആന്തരികമായിട്ടുള്ള ശേഷികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ടും നമ്മൾ എവിടെ നിൽക്കുന്നു, പരിണാമഘട്ടത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രാക്ടീസ് ഉണ്ട്. നിങ്ങൾക്കുള്ള അതുപോലെ മറ്റെന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ അനുഭവങ്ങളെ നമ്മൾ മുഖവിലേക്ക് എടുക്കുക. അനുഭവങ്ങളുടെ അകത്തുകൂടെ യാത്ര ചെയ്യുക. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നമ്മുടെ പർപ്പസ് എന്നുള്ള തെളിഞ്ഞു വരും. അഥവാ തെളിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു നാലും കൂടി ജംഗ്ഷനിൽ, അതായത് നിങ്ങൾ സമൂഹം പറയുന്ന രീതിക്ക് പോകണോ അതല്ലാതെ ഒരു വഴിക്ക് പോകണോ എന്നുള്ള ശരിയായ ആശങ്ക നിങ്ങളിൽ ഉണരും. പലർക്കും ആശങ്കയൊന്നും ഉണരാറില്ല. യന്ത്രം പോലെ അങ്ങ് ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങളുടെ ഉള്ളിൽ ആശങ്ക ഉണരുകയും ആ ആശങ്കയ്ക്കനുസരിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നൊരു നിൽക്കുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ മുന്നിൽ ആളെ പ്രത്യക്ഷമാകും. അയാളെ പറഞ്ഞു തരും ഏത് വഴിക്കാ പോകുന്നത്. അയാൾ പറയുന്നത്, അയാൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത് അതിന്റെ കാരണം എന്താ പറയുക? നിങ്ങളുടെ ഉള്ളിൽ ആ സാധനം യഥാർത്ഥ ഗുരു ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സഹജാവബോധമാണ് യഥാർത്ഥ ഗുരു. ആ ഗുരുവിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ കാരണഗുരു മുമ്പിൽ വന്ന് നിൽക്കുക. പറഞ്ഞു തരും കൃത്യമായിട്ട് എന്താണെന്ന്. അതിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ വഴി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയും. ആ സമയത്ത് ഫ്രിക്ഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഈസി ആയിട്ട് പോകാൻ പറ്റും.
സ്വസ്ഥത എന്നുള്ളത് നമ്മുടെ മുന്നിലേക്ക് വരും. നമ്മുടെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്ന് തന്നെയാകുന്ന അവസ്ഥയിൽ നമ്മൾ എത്തിപ്പറ്റും. നമ്മൾ ആ വഴിക്ക് ആയിത്തീരും, ശാന്തമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇനി ഇതെങ്ങനെയാണ് സാക്ഷാത്കരിക്കുക എന്നുള്ളത് ചർച്ചയിൽ നിന്നും ഉരുത്തിരിയേണ്ടതാണ്, നിങ്ങളുടെ അന്വേഷണത്തിൽ നിന്നും ഉരുത്തിരിയേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ അവതരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക വഴി നമുക്കിതിലേക്ക് എത്താൻ കഴിയും. ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുക. തൽക്കാലത്തേക്ക് അവതരണം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.